മിനിസ്റ്റർ, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ജനകീയ തിരച്ചിൽ നമ്മുടെ രണ്ടാം ഘട്ടം എന്ന് പറയാം, ജനകീയ തിരച്ചിലേക്ക് കടന്നിരിക്കുന്നു. 8 മണിയോട് കൂടി തന്നെ കൃത്യമായി പറഞ്ഞ പോലെ തന്നെ ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം ഇന്ന് 2000-ഓളം അധികം ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? എത്ര ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്? അവിടെ ഒരു സന്നദ്ധ പ്രവർത്തകരടക്കം എത്ര ആളുകൾ ഉണ്ടാകും ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമാകാൻ? ഒപ്പം എത്ര ഈ ഒരു സമയക്രമീകരണം അടക്കം ഉള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഒന്ന്, ജനകീയ തെരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രദേശത്തുള്ളവർക്ക് അവരുടേതായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തിരച്ചിലുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി സാമൂഹിക പ്രവർത്തകർ, അവിടെയുള്ള മറ്റ് സന്നദ്ധ സംഘടനകൾ, പിന്നെ ക്യാമ്പിലുള്ളവർ, ഇവരെയൊക്കെ ഈ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ആദ്യ ദിവസത്തെ ജനകീയ തെരച്ചിലിൽ ഒരു അനുഭവം ഞാൻ പറയാം. ഒരു കിണർ അവിടെയുണ്ട്, ആ കിണറിൽ ഒരു കുട്ടി വീണിട്ടുണ്ട് എന്നുള്ളൊരു അഭിപ്രായം ചിലർ പറഞ്ഞു. അതിൻ്റെ ഭാഗമായി ആ കിണർ പരിശോധിച്ചു, മൃതദേഹം കിട്ടിയില്ല, പക്ഷേ അവരുടെ ഓർമ്മയാണത്. അപ്പോൾ അങ്ങനെ ആ ദുരന്ത സമയത്തുള്ളവർക്ക് ഇത്തരത്തിലുള്ള ഓർമ്മകളുണ്ടാകും. ആ ഓർമ്മകൾ അവർ കൂടി തെരച്ചിലിൻ്റെ ഭാഗമാകുമ്പോൾ തീർച്ചയായും അത് തെരച്ചിലിനേറെ സഹായകരമാകും. ഇവിടെ ക്യാമ്പിലുള്ളവരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. ഒന്ന്, മാനസികമായി അവരുടെ തകർന്ന നാടിനെ കാണുമ്പോൾ എങ്ങനെ അത് അഭിമുഖീകരിക്കുമെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചിലർ വല്ലാത്ത മാനസിക വേദനയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ തീർച്ചയായും ആ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പൊതുവെ ഞങ്ങൾ കരുതിയിട്ടുള്ളത്. എന്നാൽ മനസ്സിന് നല്ല കരുത്തോടു കൂടി വരാൻ സാധിക്കുന്ന, സ്വയം തയ്യാറായി വരാൻ സാധിക്കുന്ന, ആരെയും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല, സ്വയം വരാൻ തയ്യാറാകുന്ന ക്യാമ്പിലുള്ളവരെ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാക്കും. ആരെയും നിർബന്ധിച്ച് ക്യാമ്പിലുള്ളവരെ ജനകീയ തെരച്ചിലിൻ്റെ ഭാഗമാക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അങ്ങനെ വരാൻ തയ്യാറായവർ അവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള രക്ഷാദൗത്യമായിക്കൊള്ളട്ടെ, തെരച്ചിലായിക്കൊള്ളട്ടെ, ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക്, ഈ പ്രയാസം അനുഭവിച്ചവർക്ക്, ആ അനുഭവിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല നിലയിലുമുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ ഉണ്ടാകും. ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചൂണ്ടിക്കാട്ടാൻ തെരച്ചിലിനൊപ്പം അവർക്ക് പങ്കെടുത്തുകൊണ്ട് സാധിക്കുന്നൊരു നില പൊതുവേ ഇല്ല. അവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശയം നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനകീയ തെരച്ചിൽ എന്നുള്ള ഒരു നില സ്വീകരിച്ചത്. അത് പൊതുവേ ജനങ്ങൾ രണ്ട് കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. നാളെ ഏത് കോണിലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇനി ഉണ്ടെങ്കിൽ ഇതുപോലെ ജനങ്ങളുടെ കൂടി അഭിപ്രായം കേൾക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു നില നമുക്ക് സ്വീകരിക്കാനാകും. ഇത് പൊതുവേ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, ആ പ്രദേശത്തിൻ്റെ മുക്കുമൂലയും അറിയുന്ന അവർക്ക് ഒരുപാട് അപകട സാധ്യതകളും ഒരുപാട് തെരച്ചിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ജനകീയ തെരച്ചിൽ. ആ ജനകീയ തെരച്ചിൽ ഇന്ന് നല്ല നിലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ എല്ലാ നിലയിലും മുന്നോട്ട് പോകും. മിനിസ്റ്റർ, അതേപോലെ തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് പോലെ തന്നെ ഈ അട്ടമലയും അരണമലയും എല്ലാം തന്നെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അപകടം പറ്റാത്ത മേഖലകളുണ്ട്. ഈ ചൂരൽമല അങ്ങാടിയായിരുന്നു അവരുടെ എല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രം, ഒരു അങ്ങാടി എന്ന് പറഞ്ഞിരുന്നത്. ആ മേഖലയിൽ ഉള്ള ആളുകളെ പുനരധിവസിപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി എത്തിയിട്ടുണ്ട്. അത്തരമൊരു നീക്കങ്ങൾ അല്ലെങ്കിൽ ആലോചനകൾ സർക്കാരിന് മുന്നിലേക്കുണ്ടോ ഈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനൊപ്പം തന്നെ? തീർച്ചയായിട്ടും അതുൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ആ പ്രദേശത്തെക്കുറിച്ച് പൊതുവേ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രദേശമാകെ തകർന്നിരിക്കുകയാണ്. ആ അങ്ങാടിയെ ആശ്രയിക്കുന്ന ചുറ്റുവട്ടത്തുള്ളവർ, അവിടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവർ, കൃഷിയുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് ബന്ധപ്പെടുന്നവർ എല്ലാവരും ഇതിൻ്റെ ഭാഗമായി വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും റീഹാബിലിറ്റേഷനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇതുൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. ഇതിൽ പ്രധാനമായും അഭിപ്രായം എടുക്കേണ്ടത് ഈ ക്യാമ്പിലും ആശുപത്രിയിലുള്ളവരോടൊപ്പം തന്നെ ഇതുപോലുള്ള ആളുകളുടേത് കൂടിയാണ്. ക്യാമ്പിലും ആശുപത്രിയിലുമുള്ളവരുടെ അഭിപ്രായങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എന്തൊക്കെയാണ് അവർക്ക് ഭാവി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് സർക്കാർ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തേണ്ടതെന്നുള്ള അവരുടെ അഭിപ്രായം, അതാണ് ഏറ്റവും പ്രധാനം. ആ നിലയിൽ ഇതിന് വന്നിട്ടുള്ള ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണാവുന്ന നിലയിലേക്കുള്ള കാര്യങ്ങളായിരിക്കും പുനരധിവാസത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ നിശ്ചയിക്കും.
മിനിസ്റ്റർ, ആ വിധത്തിൽ സർക്കാർ ഒരു മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കുമ്പോൾ നമുക്ക് നിലവിലുള്ളവരെ മാത്രമല്ല ആ പ്രദേശത്തെ ഒന്നാകെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെയാണ്. വിശദമായ പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി വന്നു പോയിട്ട് ഒരു ദിവസം പിന്നിടുകയാണ്. നമ്മൾ പ്രതീക്ഷയോടെ ദില്ലിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. മന്ത്രിതല സംഘം ഇപ്പോഴും വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുകയാണ്. ദില്ലിയിൽ നിന്ന് ഒരു മറുപടി എപ്പോൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഉൾപ്പെടെ നടക്കുമ്പോൾ പോലും വേഗത്തിലുള്ള ഒരു നടപടിയിലേക്ക് തന്നെ അത് കടക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇന്നലെ ഇവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കി കലക്ടറേറ്റിൽ യോഗത്തിൽ പങ്കെടുത്തു. ഞങ്ങൾ ആ യോഗത്തിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്നിരുന്നു. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ്. ദുരന്തത്തിൻ്റെ ആഴം മനസ്സിലായതാണ്. കേന്ദ്ര സംഘം വന്നു, അവർക്കും കാര്യങ്ങൾ മനസ്സിലായതാണ്. പ്രധാനമന്ത്രി വന്നതിന് ശേഷം മീറ്റിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ചീഫ് സെക്രട്ടറി ഒരു ഡിജിറ്റൽ പ്രസൻറ്റേഷൻ നടത്തുകയായിരുന്നു. അതിനുശേഷം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചു. ആ മുഖ്യമന്ത്രിയുടെ മീറ്റിങ്ങിലെ വാക്കുകളിൽ ഇത് ദേശീയ ദുരന്തമായി നിശ്ചയിക്കണമെന്നുള്ള അഭ്യർത്ഥനയുണ്ടായിരുന്നു. അതോടൊപ്പം അതിതീവ്ര ദുരന്തത്തിന് എന്തൊക്കെയാണോ സഹായം കേന്ദ്ര സർക്കാരിന് ചെയ്യാനാവുക ആ നിലയിൽ അതിതീവ്ര ദുരന്തമായി കണക്കാക്കി എല്ലാ സഹായവും നൽകണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. പിന്നീട് പ്രധാനമന്ത്രി സംസാരിച്ചു. പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ ശരിവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിവെച്ച് പ്രധാനമന്ത്രി എല്ലാ നിലയിലുള്ള പിന്തുണയും സഹായവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പറയുകയായിരുന്നു. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാത്തത് കൊണ്ട് നിങ്ങൾ നിശ്ചയിച്ച ഏതെങ്കിലും ഒരു പ്രവൃത്തി മുടങ്ങില്ല, എല്ലാ നിലയിലും പിന്തുണക്കുമെന്നുള്ളതാണ്. ഇനി പ്രധാനമന്ത്രിയുടെ വാക്കുകളുടെ പ്രതിഫലനമായി ആ തീരുമാനങ്ങൾ ഉടനെ വരണമെന്നുള്ളതാണ്. ആ തീരുമാനങ്ങൾ എത്രയും വേഗത്തിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരളം ഇന്നലെ ഒരു മെമ്മോറാണ്ടത്തിൻ്റെ ആദ്യ ഭാഗം മുഖ്യമന്ത്രിയിലൂടെ പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചു. മറ്റ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉടനെ സമർപ്പിക്കും. ആ നിലയിൽ ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെയാണോ സഹായിച്ചത് അതുപോലുള്ള സഹായം കേരളത്തിനുടനെ നൽകും എന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിയുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, മുഖ്യമന്ത്രി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത് വയനാടിൻ്റെ പുനരധിവാസം, ഈ ദുരന്ത മേഖലയിലുള്ള ആളുകളുടെ പുനരധിവാസം അതൊരു പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെയുള്ള സിസ്മോളജി സെൻറ്റർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളുടെ പഠന കേന്ദ്രങ്ങൾ, ഓഫീസുകൾ, കേന്ദ്രങ്ങളെല്ലാം തന്നെ കേരളത്തിൽ സ്ഥാപിക്കുക എന്ന പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ആവശ്യം കൂടി സംസ്ഥാനം മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയോട് നേരിട്ട് നടത്തിയിട്ടുണ്ട്. നോക്കൂ, നമ്മൾ പലവിധത്തിലുള്ള ദുരന്തങ്ങൾ സമീപകാലത്ത് കൂടുതലായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തിൽ കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മുന്നറിയിപ്പുകൾ ഉൾപ്പെടെ വേഗത്തിൽ ലഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആവശ്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ആവശ്യം ഉന്നയിച്ചത്. അതിൽ കൂടി അനുകൂല തീരുമാനം ഇതിനൊപ്പം ഉണ്ടാകുമെന്ന് തന്നെ കരുതാം, അല്ലേ മിനിസ്റ്റർ? അതെ, രണ്ട് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും അതിൽ സപ്ലിമെൻ്റ് ചെയ്തത്. ഒന്ന്, ഒരു ജോബ് സ്കിൽ സെൻറ്റർ വേണമെന്നുള്ളതാണ്. കാരണം അവിടെയുള്ളവരുടെയൊക്കെ തൊഴിൽ അതിൻ്റെ സാധ്യതയൊക്കെ നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്, എല്ലാം അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തൊഴിൽ പരിശീലനം ഉൾപ്പെടെ നൽകാൻ സാധിക്കുന്ന, അവരുടെ ഭാവി സുരക്ഷിതമാക്കി മാറ്റി തീർക്കുന്ന ഒരു സ്കിൽ സെൻറ്റർ, ജോബ് സ്കിൽ സെൻറ്റർ ആരംഭിക്കണം എന്നുള്ളതാണ്. രണ്ടാമതാണ് നിങ്ങളിവിടെ ചൂണ്ടിക്കാട്ടിയ പ്രശ്നം. കാലാവസ്ഥാ വ്യതിയാനം ലോകത്താകെ ഒരു അപകടകരമായ പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയ നിലയിലേക്കുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരു നാടാണ് കേരളം. കേരളത്തിൽ തുടർച്ചയായി ഇതിൻ്റെ പ്രയാസം വരുന്നു. ഇന്ന് എപ്പോഴാണ് മഴ പെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുൻകാലങ്ങളിൽ മഴ ഇന്ന മാസമെന്ന് നമുക്ക് നിശ്ചയിക്കാമായിരുന്നു. ഇന്ന് എപ്പോൾ വേണമെങ്കിലും അതിതീവ്ര മഴ ഉണ്ടാകുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ നിലവിൽ ഇതിനെക്കുറിച്ച് പരിശോധിക്കാനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള സ്ഥാപനമുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, മറ്റ് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ശാക്തീകരണം ഉറപ്പുവരുത്തണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞത്. ആ സ്ഥാപനത്തെ കൂടുതൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കണം. പുതിയ കാലത്തെ ടെക്നോളജിയുടെ സാധ്യത ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നിലയിലും മുന്നോട്ട് പോകാനാകണം. പുതിയ കാലത്തെ ഈ പുതിയ അപകടകരമായ പ്രവണതകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് ആ കേന്ദ്രത്തെ ശക്തിപ്പെടുത്തണം. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഇത് രണ്ടും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ആവശ്യമുള്ള രണ്ട് കാര്യങ്ങളാണ്. അതിനുകൂടി അനുകൂലമായ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ്.
മറ്റൊന്ന് മിനിസ്റ്റർ, നമുക്ക് അറിയാം ഈ ഒരു ഭാഗത്ത് ഈ ജനകീയ തിരച്ചിലടക്കം സാധ്യമായ രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്, തിരച്ചിൽ നടത്തുന്നുണ്ട്. മറുവശത്ത് നമുക്കറിയാം ക്യാമ്പിൽ കഴിയുന്ന ഇതിനെ അതിജീവിച്ചു വന്ന മനുഷ്യരുണ്ട്. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം. അവർക്ക് സാധ്യമാകുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. ഒപ്പം നമ്മൾ ഈ ക്യാമ്പിൽ നിന്ന് മാറ്റുന്ന കാര്യങ്ങളടക്കം ഇപ്പോൾ കഴിഞ്ഞ ദിവസം 286 തോന്നുന്നു 286 വീടുകൾ വാടക വീടുകളായിട്ട് നൽകാൻ സന്നദ്ധമായിട്ടുണ്ട്. അതിൽ 65 വീടുകൾ പൂർണ്ണ സജ്ജമാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിപ്പോൾ എപ്പോഴായിരിക്കും ഈ ക്യാമ്പിൽ കഴിയുന്നവരെ വാടക വീടുകളിലേക്ക് അടക്കം മാറ്റുന്ന ഒരു കാര്യം ഉണ്ടാവുക? എത്രയും വേഗത്തിൽ അത് നടപ്പിലാക്കില്ലേ? തീർച്ചയായിട്ടും ഒരു ടെമ്പററി റീഹാബിലിറ്റേഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, സ്കൂളിൽ ഇവരെ അധിക സമയം നമുക്ക് നിർത്താനാകില്ല. കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്കൂൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഇത്തരം ക്യാമ്പുകൾ കുറേയധികം മാസങ്ങൾ നീണ്ടുപോകാറുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് ആ ഒരു അനുഭവം കൂടി വെച്ചുകൊണ്ട് എത്രയും വേഗത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതിൻ്റെ ഭാഗമായി സർക്കാർ തന്നെ ഒരു മുൻകൈ എടുത്തുകൊണ്ടാണ് സർക്കാർ ക്വാർട്ടേഴ്സുകൾ ആദ്യം ഈ ടെമ്പററി റീഹാബിലിറ്റേഷന് വേണ്ടി തയ്യാറാക്കാൻ നിശ്ചയിച്ചത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ 27 ക്വാർട്ടേഴ്സുകളുണ്ട്. തീരുമാനം കൈക്കൊണ്ട ഉടനെ തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ ക്വാർട്ടേഴ്സുകളിൽ മഹാഭൂരിപക്ഷവും ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. 1067 ക്വാർട്ടേഴ്സ് തയ്യാറാക്കി കഴിഞ്ഞു. ഞങ്ങളവിടെ പോയിരുന്നു. 3 ബെഡ്റൂം ഉൾപ്പെടെയുള്ള ക്വാർട്ടേഴ്സുകളുണ്ട്. അതോടൊപ്പം മറ്റ് വാടക വീടുകൾ നൽകാൻ സ്വയം തയ്യാറായി വരുന്ന നിരവധി പേരുണ്ട്. അവരുടെ നല്ല മനസ്സിനെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ നിലയിലും ചേർത്ത് പിടിക്കേണ്ടതാണ്. വാടക വീടുകൾ അതുപോലെ തന്നെ ഇനി ഒഴിഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ അവിടെ പ്രീഫാബ് നിർമ്മാണം എത്രയും വേഗത്തിൽ നമുക്ക് നടത്താൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് കാര്യങ്ങൾ ആലോചിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 4 അംഗ സമിതിയെ നിശ്ചയിച്ചിരിക്കുകയാണ്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ആ 4 അംഗ സമിതി എത്രയും വേഗം ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ കാര്യങ്ങൾ ചെയ്യും. ആ സമിതി ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് മാറ്റേണ്ടതെന്ന് നിശ്ചയിക്കും. ഒറ്റയ്ക്കുള്ളവരുണ്ടാവും. ഒറ്റയ്ക്കുള്ളവരെ എവിടെ താമസിപ്പിക്കും? അവരെ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല. മാനസികമായി വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് അവരെ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവരെ എവിടെ താമസിപ്പിക്കണം അതിൽ നിശ്ചയിക്കും. കുടുംബങ്ങളുണ്ടാവും. ആ കുടുംബങ്ങളെ എവിടെ താമസിപ്പിക്കും? ഇതിൽ ആളുകൾ മരണപ്പെട്ട കുടുംബങ്ങൾ, അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കുട്ടികൾ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ വിവിധ കാറ്റഗറികളാക്കി പ്രയോറിറ്റി നിശ്ചയിക്കണം. ആ പ്രയോറിറ്റി പ്രകാരമാണ് ഇവരെ ഓരോ സ്ഥലങ്ങളിലേക്കും അക്കോമഡേറ്റ് ചെയ്യുക. അതിൻ്റെ ചുമതലയാണ് ഈ 4 അംഗ സമിതിക്കുള്ളത്. കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സംഘം ആ കാര്യം ജനപ്രതിനിധികളും ആ പ്രദേശത്തുള്ളവരുമായി ഒക്കെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനം കൈക്കൊള്ളും. അതിൻ്റെ കാര്യങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 125-ലധികം വാടക വീടുകൾ ഈ സർക്കാർ ക്വാർട്ടേഴ്സ് സംവിധാനം ഉൾപ്പെടെ ലഭിക്കുകയുണ്ടായി. 125 എന്ന് പറഞ്ഞാൽ 125 കുടുംബങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ നിലയിൽ അക്കോമഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ആലോചിക്കുന്നു. മറ്റ് പല ഇതുമായി ബന്ധപ്പെട്ട സാധ്യതകളും ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ ക്യാമ്പുകൾ നീണ്ടുപോകുന്നത് പോലെ 2 മാസം 3 മാസം 4 മാസമൊക്കെ നീണ്ടു പോകാറുണ്ട്. ചിലത് കാലങ്ങളോളം നീണ്ടു പോകാറുണ്ട്. സുനാമിയുടെ ക്യാമ്പ് നമുക്കറിയാം എത്ര കാലം നീണ്ടുപോയി എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് ഇതിൻ്റെ ബദൽ സംവിധാനങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിശ്ചയിച്ച് വേഗത്തിൽ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. മിനിസ്റ്റർ, അതായത് രക്ഷാപ്രവർത്തനത്തിൻ്റെ കേരള മോഡൽ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനരധിവാസത്തിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ ഒരു പുതുമാതൃക കേരളം ഇതിലൂടെ രചിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മാതൃകയാക്കി ഇന്ത്യക്ക് മുന്നിൽ വെക്കുകയാണ് നമ്മൾ, അല്ലേ? തീർച്ചയായിട്ടും റീഹാബിലിറ്റേഷനും നമുക്കൊരു മാതൃക വേണം. അത് ടെമ്പററി റീഹാബിലിറ്റേഷൻ ആയിക്കൊള്ളട്ടെ, താൽക്കാലിക പുനരധിവാസം പോലെ തന്നെ പെർമനൻറ്റ് റീഹാബിലിറ്റേഷനിലും നമ്മൾ നിലപാട് സ്വീകരിക്കണം. പെർമനൻറ്റ് റീഹാബിലിറ്റേഷനിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ എല്ലാവരുമായി യോജിച്ച് നിന്നുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളത് നിശ്ചയിക്കേണ്ടത്. എല്ലാവരുടെയും അഭിപ്രായത്തിൽ ഏറ്റവും പരിഗണന കൊടുക്കേണ്ടത് ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്നവരുടെ അഭിപ്രായമാണ്. അവരുടെ അഭിപ്രായം എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, അതാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. അതിനാണ് നമ്മൾ എല്ലാ നിലയിലും പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നാൽ പെർമനൻറ്റ് റീഹാബിലിറ്റേഷന് സമയമെടുക്കുമെന്ന് നമുക്കറിയാം. അതുവരെ ഇവരുടെ കാര്യം എന്ത്? അതാണ് ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ പ്രാധാന്യം. ടെമ്പററി റീഹാബിലിറ്റേഷൻ ഇവരെ ഇപ്പോഴുള്ള ക്യാമ്പുകളിൽ തന്നെ കഴിഞ്ഞുകൊണ്ട് സാധിക്കില്ല. അത് പല പ്രയാസങ്ങളുണ്ടാക്കും. അതുകൊണ്ട് ഇത് രണ്ടിൻ്റെ കാര്യത്തിലും ഒരു മാതൃക തീർക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് ജനകീയ മാതൃകയായിരിക്കും. എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മറ്റ് അതിർവരമ്പുകൾക്കപ്പുറത്ത് എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് ആ മാതൃക തീർക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, താങ്ക് യു. മിനിസ്റ്റർ PA മുഹമ്മദ് റിയാസാണ് നമുക്കൊപ്പം ചേർന്നത്. മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള മന്ത്രിതല സംഘം ദിവസങ്ങളായി, ദുരന്തമുഖത്ത് ദിവസങ്ങളായി ക്യാമ്പ് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയാണ്.